മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങളെയും ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ദൈവാസ്നേഹത്തിൻ്റെ വലിയ കൃപയാൽ നിറയപ്പെടുന്ന ഒരു പുതിയ ദിനം കൂടി എവർക്കും ആശംസിക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണിക്കുന്ന വചനമാണ് നമ്മളിന്ന് കാണുക. നമ്മൾ ഈശോയോടൊപ്പം ആയിരിക്കേണ്ടവരാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന നിത്യജീവിതത്തിലും ദൈവിക സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ വേണ്ടി, നമ്മളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരിക. 3 വർഷത്തെ അവൻ്റെ പരിസ്ഥിതി ജീവിതത്തിൻ്റെ ഒടുവിൽ കാൽവരി മലയിൽ സ്വജീവിതം നമുക്ക് വേണ്ടി പകുത്തു തന്നുകൊണ്ട്, സ്വന്തം ശരീരവും രക്തവും നമുക്ക് വേണ്ടി ഭക്ഷണപാനീയമായി തന്നുകൊണ്ട് അവൻ ആ രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അതിനുശേഷം 40 ദിവസങ്ങൾക്ക് ശേഷം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈശോ പറഞ്ഞു വയ്ക്കുന്ന തിരുവചനമാണ്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടത്. അതെ, ഈശോ ആയിരിക്കേണ്ട മേഖലകളിലൂടെ വ്യാപരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈശോയോടൊപ്പം ചരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ശിഷ്യന്മാരുടെ ജീവിതപാതകളിലും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നമുക്കത് കണ്ടെത്താനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഓരോ നിമിഷവും ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചുകൊണ്ട് അവനോടൊപ്പം ആയിരിക്കുവാൻ, ദൈവസ്നേഹത്തിൻ്റെ വലിയ കൃപയാൽ നിറയപ്പെടുവാൻ, അതുവഴി നിത്യജീവിതത്തിലേക്ക് കടന്നു പോകുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം അവൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വലിയ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണം. ആ ഒരു ശക്തിയിൽ നിന്നും നമുക്കും കൃപകൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. ദൈവകൃപയാൽ വളരുവാൻ, ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു.